ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ് ഫ്രങ്കി ഡിയോങ്. നേരത്തെ ബാഴ്സ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു, വിൽക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഡിയോങ് അന്ന് ക്ലബിനകത്ത് തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ സീസണിൽ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ മികച്ച പ്രകടനമാണ് ഡിയോങ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇനി വിൽക്കേണ്ടതില്ല, ക്ലബിൽ തന്നെ നിലനിർത്താം എന്ന ഒരു തീരുമാനം FC ബാഴ്സലോണ എടുത്തിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ താരത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ ഡിലേ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അത് താരത്തിന്റെ ഏജന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിലേ സംഭവിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ മുണ്ടോ ഡിപ്പോർട്ടീവോ നൽകിയിട്ടുണ്ട്. അതായത് ഡിയോങ്ങിന്റെ കോൺട്രാക്റ്റ് അടുത്ത സമ്മറിലാണ് അവസാനിക്കുക. അതിനു മുന്നേ കോൺട്രാക്റ്റ് പുതുക്കാനൊക്കെ FC ബാഴ്സലോണ റെഡിയാണ്. പക്ഷെ താരം തൻ്റെ സാലറി കുറക്കാൻ തയ്യാറാവണം. കാരണം ഡിയോങ് ഇപ്പോൾ അർഹിക്കുന്നതിലും കൂടുതൽ സാലറി കൈപ്പറ്റുന്നു എന്ന ഒരു അനുമാനത്തിലാണ് FC ബാഴ്സലോണ ഉള്ളത്. കൂടാതെ ബാഴ്സയുടെ സാമ്പത്തിക പ്രതിസന്ധി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാലറി ക്യാപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ താരത്തിന്റെ സാലറി ഒന്ന് കുറയ്ക്കേണ്ടതുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ FC ബാഴ്സലോണ റെഡിയാണ്. ഇനിയിപ്പോൾ കോൺട്രാക്റ്റ് പുതുക്കാതെ അടുത്ത സമ്മറിൽ ഡിയോങ് ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടുകയാണെങ്കിൽ അത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യമല്ല. അതായത് ഡിയോങ്ങിന് പോവണമെങ്കിൽ പോവാം, ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് പോവാം എന്ന ഒരു നിലപാടിലാണ് FC ബാഴ്സലോണയുള്ളത്. കാരണം മധ്യനിരയിൽ ആവശ്യത്തിന് താരങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിയോങ് പോയാൽ വലിയ ഒരു നഷ്ടം സംഭവിക്കാനില്ല എന്ന ഒരു നിലപാടാണ് FC ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ ഉള്ളത്. ഗാവി, കസാഡോ, ബേണൽ തുടങ്ങിയ താരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താനാണ് FC ബാഴ്സലോണ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഡിയോങ്ങിന്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ ക്ലബ്ബ് റെഡിയാണ്. പക്ഷെ അദ്ദേഹം സാലറി കുറയ്ക്കേണ്ടതുണ്ട്. സാലറി കുറക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അടുത്ത സമ്മറിൽ അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.